Hello friends, welcome to Toppers World. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ICT എന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പ്ലേ ബോക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് പ്ലേ ബോക്സ്. നമ്മൾ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് പഠിക്കുക? നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് അറിയാലേ, ബുക്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാനും ബുക്കിൽ നമുക്ക് എഴുതാനും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്ങനെയാണ് അതൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുപോലെ വിവിധ തരത്തിലുള്ള ഗെയിമുകളിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പ്ലേ ബോക്സ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. പ്ലേ ബോക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് വിച്ച് ട്രെയിൻ ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതെന്താണ്? ഏത് ട്രെയിൻ ആണ് എന്നാണ്. ട്രെയിൻ എങ്ങനെ തിരിച്ചറിയാന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ കുട്ടി എന്താ ചോദിക്കുന്നത്? എന്താ റെയിൽവേ സ്റ്റേഷൻ ആണ് അല്ലെ? റെയിൽവേ സ്റ്റേഷൻ എന്നിട്ട് കുട്ടി എന്താ ചോദിക്കുന്നത്? How to identify the train we need to go. നമുക്ക് പോവേണ്ട ട്രെയിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, റോബ് എന്താ പറയുന്നത്? How about a game to identify the train? Open the play box and see. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ട്രെയിൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഗെയിം എങ്ങനെയാണ് കളിക്കുക? ട്രെയിന് തിരിച്ചറിയാൻ. ട്രെയിൻ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും അറിയാലോ. ട്രെയിൻ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ തീവണ്ടീനെയാണ് ട്രെയിൻ പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതന്നെ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിൻ എങ്ങനെയാണ് നമുക്ക് പോവേണ്ട ട്രെയിനുകൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയ കൂട്ടുകാർക്ക് അറിയാൻ പറ്റില്ല, കുറേ ട്രെയിൻ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് പോവേണ്ട വണ്ടി ഏതാണ്? ഇപ്പൊ നമുക്ക് കുറെ വണ്ടികൾ ഒരേപോലെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ പോവേണ്ട ട്രെയിൻ എങ്ങനെ തിരിച്ചറിയുക? അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഈ കുട്ടിക്ക് ഉള്ള സംശയം. അതാണ് അപ്പൊ റോബോ പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് ട്രെയിൻ തിരിച്ചറിയാൻ പറ്റുക? ട്രെയിൻ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഗെയിം ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്ലേ ബോക്സിൽ ആ ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ Gcommerce, നമുക്കുള്ള എല്ലാ ഗെയിംസും ഉള്ളത് Gcommerce എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഒരു ആപ്ലിക്കേഷന്റെ പേരാണ്. അപ്പൊ ഈ Gcommerce എന്നുള്ള ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പെൻക്വിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പെൻക്വിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലോജിക് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാൻ പറ്റും. ലോജിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെയിൽ റോഡ് ആക്ടിവിറ്റി, നമ്മുടെ ഗെയിമിന്റെ പേരാണ് റെയിൽ റോഡ് ആക്ടിവിറ്റി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഗെയിം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? Gcommerce ലോജിക് റെയിൽ റോഡ് ആക്ടിവിറ്റി. അപ്പൊ റെയിൽ റോഡ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലൊരു വിൻഡോ വരും. ഓക്കെ, ഇതുപോലെ കുറെ വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിൻഡോ വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കുറെ ലെവൽസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇതാണ് ഒന്നാമത്തെ ലെവലാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? ആഫ്റ്റർ ഐഡന്റിഫൈ ദ ട്രെയിൻ ഡ്രാഗ് ഇറ്റ് അപ്പ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ഓക്കെ. അപ്പൊ നമ്മുടെ ട്രെയിൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ നമ്മുടെ ട്രെയിൻ എവിടെയാണ്, നമ്മുടെ ട്രെയിൻ ഏതാണ് ട്രെയിൻ എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അതിനെ ഡ്രാഗ് ചെയ്തിട്ട് മേലേക്ക് ഡ്രാഗ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ലെവൽ കംപ്ലീറ്റ് ആവാൻ ഇവിടെ ഒരു ഓക്കെ കണ്ടില്ലേ? ഓക്കെ ബട്ടൺ കണ്ടില്ലേ? ഈ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഒന്നാമത്തെ ലെവൽ, അങ്ങനെ ഓരോ ലെവലായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്നാമത്തെ ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ട്രെയിൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു? ഡ്രാഗ് ചെയ്ത് മേലേക്ക് വെക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യും. അപ്പൊ നമ്മൾ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോർഗോട്ട് ദ ട്രെയിൻ, നമുക്ക് ട്രെയിൻ ഫോർഗോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കാണുന്ന ഒരു ബൾബ് പോലത്തെ ഒരു മഞ്ഞ കളർ ചിത്രം കണ്ടില്ലേ? ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഓക്കെ, യു ക്യാൻ പ്ലേ ഓൾ ദ ലെവൽസ് ഓഫ് ദിസ് ഗെയിം. അപ്പൊ ഈ ഗെയിമില് കുറെ ലെവൽസ് ഉണ്ട്. ഒരു ലെവൽ മാത്രമാണ് ഒരു ലെവൽ, ഒന്നാമത്തെ ലെവൽ. നമ്മൾ കുറെ ലെവൽസ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ വേറെ അടുത്തടുത്ത ലെവലുകൾ കാണും. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാ ലെവൽസും ഈ ഗെയിമിൽ കളിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇനി നമുക്ക് ഈ ഗെയിം കളിക്കാന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ Gcommerce ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിൻഡോയാണ് കാണാൻ പറ്റുക. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏതിലാ ക്ലിക്ക് ചെയ്യേണ്ടത്? അതെ, ഇത് കണ്ടോ, ഒരു പെൻക്വിന്റെ ചിത്രം കണ്ടില്ലേ? ഈ പെൻക്വിന്റെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇത് തന്നെയായിരിക്കും, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ ലോജിക് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ലോജിക്. ഓക്കെ, ഇത് ലോജിക്, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ഈ ലോജിക്കിലാണ് ഇതൊക്കെ വേറെ വേറെ ഗെയിംസ് ആണ്. അപ്പൊ ഇതിൽ ഈ ലോജിക്കിലാണ് എന്തുള്ളത്? നമ്മുടെ ട്രെയിനിന്റെ ആക്ടിവിറ്റി, നമ്മുടെ ട്രെയിനിന്റെ ഗെയിം ഉള്ളത്. ഈ ഗെയിമിന്റെ പേരെന്താ? റെയിൽ റോഡ് ആക്ടിവിറ്റി. കണ്ടോ ഈ ഗെയിമിന്റെ പേര്? അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഒരു വിൻഡോയാണ് വരിക, Gcommerce. അപ്പൊ ഇതിലെ പെൻക്വിനിലെ ലോജിക് എന്ന് കാണുന്ന ഈ ഒരു ബോക്സിലാണ് ഈ ഒരു ഗെയിം എല്ലാം ഉള്ളത്. അപ്പൊ അതിലെ റെയിൽ റോഡ് ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ക്ലിക്ക് ചെയ്യണം.
ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് തുടങ്ങിയതാണ് ഇവിടെ കാര്യങ്ങളാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഒബ്സർവ് ആൻഡ് റിമെമ്പർ ദ ട്രെയിൻ ബിഫോർ ദ ടൈമർ എൻഡ്സ് ആൻഡ് ദെൻ ഡ്രാഗ് ദ ഐറ്റംസ് ടു സെറ്റ് അപ്പ് എ സിമിലർ ട്രെയിൻ. എങ്ങനെ ഗെയിം കളിക്കുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എങ്ങനെ കളിക്കുക? നമ്മൾ ആദ്യം ഒരു ട്രെയിനിന്റെ ചിത്രം എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാവും. ഒരു മേലെയായിട്ട് ഒരു ട്രെയിനിന്റെ ഒരു ചിത്രം ഉണ്ടാവും. ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവും. അപ്പൊ അത് ഏത് ട്രെയിനാണ്, പിന്നെ അതിനുശേഷം ആ ടൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ കുറെ ചിത്രങ്ങൾ ഉണ്ടാവും. അത് ഏത് ട്രെയിനായിരുന്നു ആ ഓടിപ്പോയത്, ഏത് ട്രെയിനാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഗെയിം കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. And if you forgot the model, you can click on the hint button to view it again. അപ്പോൾ ഒരു തവണ ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹിന്റ് ബട്ടൺ ഉണ്ട്. ആ ഹിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ട്രെയിനിന്റെ ചിത്രം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കളിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് എഴുതി കാണിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റാർട്ട് കണ്ടോ, ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇതാണ് ചിത്രം. നമ്മൾ ആദ്യത്തെ ലെവൽ, ഒന്നാമത്തെ ലെവലിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. ഇതാണ് ട്രെയിൻ കണ്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഈ ട്രെയിൻ ഇങ്ങനെ ഓടിപ്പോണു. അപ്പൊ ഇതിൽ ഏത് ട്രെയിൻ അപ്പൊ ഇതിൽ കൂടെ ഓടിപ്പോയത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മേലെന്ന് ഓടിപ്പോണു കണ്ടില്ലേ ട്രെയിനിന്റെ സൗണ്ട് വെച്ചിട്ട്. അപ്പൊ ആ ട്രെയിൻ ഏതായാലും ഇതാണോ? അല്ല അല്ലെ, ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ മേലെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞില്ല, എന്ത് ചെയ്യണം, ഈ ഓക്കെ എന്നുള്ള ബട്ടൺ കണ്ടോ, ഈ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ഗെയിം കഴിയുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അടുത്ത ചിത്രം വരും. ഓക്കെ, അടുത്ത ചിത്രം വരും. ഇതാണ് ഈ ട്രെയിനാണ്. അപ്പൊ നമ്മളത് ഓർത്ത് വെക്കണം ഇതാണെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഏത് ട്രെയിൻ ആണെന്നുള്ളത് ഇങ്ങോട്ട് മേലേക്ക് എടുത്തുകൊണ്ട് വെക്കണം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യണം. കണ്ടില്ലേ? അപ്പൊ ഇതാണ് ട്രെയിൻ. ഈ ട്രെയിൻ ഏതാന്ന് നമുക്ക് ഓർത്ത് വെക്കുക. ഇത് യെല്ലോ കളർ ട്രെയിൻ അല്ലേ? ഇനി ഇവിടെ കാണുന്ന ചിത്രത്തിൽ ഏത് ട്രെയിനാണ് ഇപ്പൊ ഇതിൽ കൂടെ പോയത്, ഏത് ട്രെയിൻ ആയിരുന്നു? ഇതാ. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെക്കുക, മേലേക്ക് കൊണ്ട് വെക്കണോ. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പൊ 3 ലെവൽസ് ആണ് എന്തിലുള്ളത്, ഒന്നാമത്തെ ലെവലിലുള്ളത്. അപ്പൊ ഒന്നാമത്തെ ലെവൽ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ലെവലാണ്. അപ്പൊ ഇവിടെ താഴെ കാണിക്കുന്നത് കണ്ടോ, രണ്ടാമത്തെ ലെവലാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മറന്നുപോയി ഏതാണ് ഇവിടെ നമ്മൾ ഇതിൽ കൂടെ പോയ ട്രെയിൻ ഏതാണെന്ന് മറന്നുപോയാൽ ഇവിടെ ഈ ബൾബിന്റെ ഒരു ചിത്രം കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം കാണിച്ചു തരും, ഏതാണ് ആ ട്രെയിൻ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാ, ഇതിൽ ഏതായിരുന്നു ആ ട്രെയിന്, ഇതാ അത് ഇങ്ങോട്ടെടുത്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് വെക്കുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ കുറേ ലെവൽസ് ഉണ്ട് ഇതില്. അപ്പൊ ഇത് രണ്ടാമത്തെ ലെവലാണ്. ഇതുപോലെ 3ഉം 4ഉം 5ഉം 6ഉം. അപ്പൊ അതൊക്കെ എത്തുമ്പോൾ ട്രെയിനുകളുടെ എണ്ണം കൂടി വരും. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. 7, 8, 9, 10 ലെവലാണ് മൊത്തം ഉള്ളത്. ഒരു ഗെയിമിനകത്ത് 10 ലെവൽസ് ആണ് ഉള്ളത്. അപ്പൊ 10ാമത്തെ ലെവൽ എത്തിയപ്പോൾ ഇത്രയും ട്രെയിനുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതുപോലെ ഇപ്പൊ ഓരോരോ ട്രെയിനായിട്ട് ഉണ്ടാവുക. ആദ്യം ഇത്, രണ്ടാമത്തെ ഇത് നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് വെക്കണം. അപ്പോഴേ ഗെയിം കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നമ്മൾ രണ്ടാമത്തെ ലെവലല്ലേ നമ്മൾ ചെയ്തത്, രണ്ടാമത്തെ ലെവലാണ് ചെയ്തത്. രണ്ടാമത്തെ ലെവൽ. ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ ലെവലിൽ നോക്കൂ, 2 ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ രണ്ട് ട്രെയിനുകളെ എങ്ങനെയാണ് യോജിപ്പിച്ച് വെക്കുക എന്ന് കാണിച്ചു തരാം. ഇതാ, ഇനി എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് ആ 2 ട്രെയിൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ എടുത്തുകൊണ്ട് വെക്കുക. ഇതും പിന്നെ അടുത്തത് ഏതാ, അത് മറന്നു പോയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ചിത്രം കാണിച്ചു തരും. ഓക്കെ, ഇതാണല്ലേ. അപ്പൊ എന്നിട്ട് ഇതിനോടൊപ്പം രണ്ടാമത്തെ ഇത് കൊണ്ടുവെക്കുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ അടുത്ത ലെവൽ വരും. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തേത്. അടുത്ത് നമുക്ക് നാലാമത്തെ ആണെങ്കിൽ ഇത് 4ാമത്തെ ലെവലാണ്, നെക്സ്റ്റ് ലെവലാണ്. അപ്പൊ അടുത്തടുത്ത ലെവലിലേക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, പ്രീവിയസ് ലെവലിലേക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് 4ാമത്തെ. അടുത്ത് നമുക്ക് ഇത് 5ാമത്തെയാണ്. 5ാമത്തേതിൽ 3 ട്രെയിനുകൾ ഉണ്ട് അല്ലെ? എങ്ങനെ ഈ 3 ട്രെയിനുകളെ ഒരുമിച്ച് ആക്കുക നമുക്ക് നോക്കാം. കണ്ടോ, 3 ലെവൽ ഉണ്ട്. 3 ലെവലിലെ ട്രെയിനുകളെ എങ്ങനെയാണ് യോജിപ്പിക്കുക, ഇതാദ്യം ഇത് കൊണ്ട് വെക്കണു. പിന്നെ അടുത്ത് എന്താണ് മറന്നു പോയാൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ട്രെയിൻ ഏതാ, ഇത് അടുത്ത് 2ാമത്തെ ട്രെയിന്. 3ാമത്തെ ട്രെയിൻ ഏതാണ്, അതെ മഞ്ഞ അല്ലെ, ഈ ട്രെയിൻ. ഇത് 3 കൊണ്ടുവച്ചു കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഓർഡറിൽ കൊണ്ടുവയ്ക്കണം കേട്ടോ. ആദ്യത്തേത് ആദ്യം കൊണ്ടുവയ്ക്കുക, രണ്ടാമത്, മൂന്നാമത് കൊണ്ടുവയ്ക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, ഇതുപോലെ എല്ലാ ലെവൽസും കളിച്ചു നോക്കുക. 10 ലെവൽ ഉണ്ട്. 10. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓർമ്മശക്തിയാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ട്രെയിൻ തിരിച്ചറിയ മാത്രമല്ല, ഓർമ്മശക്തി കറക്റ്റായിട്ട് നമുക്കത് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് കൂടിയാണ് കേട്ടോ, ഒരു ഗെയിം കൂടിയാണ്. ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ എത്രത്തോളം മെമ്മറി ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഗെയിം കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ 10 ലെവൽസിലെ ഗെയിമുകൾ ഇതുപോലെ ഓർത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഗെയിം കളിച്ച് നോക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. നമ്മുടെ ICT ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഗെയിമാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്